ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ അൺബോക്സിങ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ റെസിപ്പിയായ നെല്ലിക്ക കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നോക്കാം. ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പാനാസോണിക്കിൻ്റെ സൂപ്പർ മിക്സർ ഗ്രൈൻഡറാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ മോഡൽ നമ്പറും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫങ്ഷൻസും എല്ലാം ഇതിൻ്റെ ബോക്സിന് വെളിയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ യൂസർ മാനുവലാണ്. പിന്നെ ഉള്ളത് സ്പാച്ചുല. ഇതൊരു വിപ്പിംഗ് പ്ലേറ്റ് ആണ്, നമ്മുടെ മിൽ ജാറിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു ഫ്രൂട്ട് പുഷറാണ്. ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അത് പുഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ജാറിൻ്റെ ലിഡുകളാണ്. ഇത് ഞാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചട്നി ജാറാണ്. ഇത് നമ്മുടെ ജ്യൂസ് ജാറാണ്. അതിൻ്റെ കൂടെ ഫിൽറ്ററും ഉണ്ട്. ഇതൊരു മൾട്ടി ജാർ യൂണിറ്റ് ആണ്. ഡ്രൈ വെറ്റ് ഗ്രൈൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ചട്നി ജാറിനേലും കുറച്ചും കൂടെ വലിപ്പമുണ്ട് ഇതിന്. ഇതാ നമ്മുടെ മിക്സിയുടെ മോട്ടർ ഹൗസിങ്. ഇതിൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഡ്രൈ വെറ്റ് ഗ്രൈൻഡിങ് ജാറാണ്. അതായത് അരിയുഴുന്നൊക്കെ അരയ്ക്കാനും കൂടുതൽ അളവിൽ അരിയൊക്കെ പൊടിച്ചെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ജാറ്. വളരെ സിമ്പിളായിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിന്. ഇതെങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് നോക്കാം. അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ലോക്ക് വീഴും. അതുപോലെ അൺലോക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന വെള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ വിപ്പിംഗ് ആൻഡ് ബ്ലെൻഡിങ് ജാറാണ്. എനിക്ക് ഈ മിക്സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ എല്ലാ ജാറിനും ഹാൻഡിലുണ്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റവും ഉണ്ട്. ഇതാണ് നമ്മുടെ ജ്യൂസർ ജാറ്. ഇതിനൊരു ഫിൽറ്റർ ഉണ്ട്. കൂടാതെ ഒരു ലിഡ് ഉണ്ട് ചെറിയ. പിന്നെ അതുപോലെ ഒരു ഫ്രൂട്ട് പുഷർ ഉണ്ട്. ഫ്രൂട്ട്സ് ഇട്ട് കഴിയുമ്പോൾ ഇതുകൊണ്ടൊന്ന് നമുക്കെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ നിന്ന് ജ്യൂസൊക്കെ പകർത്താനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഗ്ലാസ്സിലോട്ടോ പാത്രത്തിലോട്ടൊക്കെ പകർത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ജാറിൻ്റെ ബ്ലേഡ് മാറ്റി വിപ്പിംഗ് പ്ലേറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ജാറിൻ്റെ അടിഭാഗം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് നമ്മൾ ആ സ്പാച്ചുലയുടെ അടിഭാഗം ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ബ്ലേഡ് അഴിഞ്ഞു വരും. അതുപോലെ തന്നെ വിപ്പിംഗ് പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ സ്പാച്ചുല വെച്ചൊന്ന് തിരിച്ചു കൊടുത്താൽ മതിയാവും. ഇതിന് 5 ബട്ടനാണുള്ളത്. റെഡ് കാണുന്ന സ്റ്റോപ്പ് ബട്ടൺ, അതുപോലെ മഞ്ഞ അതിൻ്റെ പൾസ് ബട്ടനാണ്, വൈറ്റ് 3 എണ്ണം അതിൻ്റെ 1, 2, 3 സ്പീഡാണ്. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഇവിടെയാണ് ഇതിൻ്റെ റീസെറ്റ് ബട്ടൺ ഉള്ളത്. അതുപോലെ 4 റബ്ബർ ഫിക്സേഴ്സ് ഉണ്ട്. സ്പീഡ് ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ റെഡ് ബട്ടണാണ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്, ഓഫ് ബട്ടൺ. ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ജാറ് റിമൂവ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ മിക്സിയുടെ ഫുൾ സെറ്റ്. അതുപോലെ ഇതിന് സേഫ്റ്റി ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ പ്ലഗ് ചെയ്തിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ജാറ് ലോക്ക് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മുടെ പുതിയ മിക്സിയിലാണ് നമ്മൾ ഇന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ചട്നി ജാറിനേലും അല്പം കൂടി വലിപ്പമുള്ള മൾട്ടി ജാറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ആരോ മാർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരണം, അപ്പോഴേ ഇത് ലോക്കാവുള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സിമ്പല്. ഇനി ജാറിലേക്ക് 4 നെല്ലിക്ക കുരുകളഞ്ഞ് കഷ്ണങ്ങളാക്കിയതിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നെല്ലിക്കയൊക്കെ നന്നായി ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടാതെ 5-6 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നെല്ലിക്കയും തേങ്ങയും എല്ലാം നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അരപ്പ് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിക്കാത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത് നന്നായി ഇളക്കി തീ ഓഫാക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കാം. ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നെല്ലിക്ക കിച്ചടിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ രുചികരമായ നെല്ലിക്ക കിച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നെല്ലിക്ക കിച്ചടിയും നെല്ലിക്ക ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെല്ലിക്ക ചമ്മന്തിയുടെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി ഉടനെ കാണാം. താങ്ക്